കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണുന്ന കാഴ്ച, ഒരു വിഭാഗം കർഷകരെയാണ്. അവർ കൃഷി ചെയ്തിട്ട് നല്ലവണ്ണം വിളവെടുപ്പുണ്ടാകുന്നുണ്ട്. പക്ഷെ കൊയ്ത് കഴിയുമ്പോഴേക്ക് പിന്നെയും അവിടെ കൃഷി പാകപ്പെട്ട് കിടക്കുക. കൊയ്തങ്ങോട്ട് പോകുമ്പോഴേക്ക് പിന്നെയും അങ്ങനെ, അത് എടുത്തു പോകുമ്പോഴേക്ക് പിന്നെയും അതാ. പച്ചക്കറികളാണെങ്കിൽ ആ പച്ചക്കറികൾ അരിഞ്ഞു കൊണ്ടുപോകുമ്പോ തിരിച്ചു വരുമ്പോഴേക്ക് വീണ്ടും പച്ചക്കറി. കൃഷികളൊക്കെ പൂർണ്ണാർത്ഥത്തിൽ. ഇതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഹൗലാഇൽ മുജാഹിദൂൻ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകളാണ്. അവർക്കുള്ള പ്രതിഫലങ്ങൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാ കാണുന്നത്. തീരുന്നില്ല. എത്ര വിളവെടുത്ത് വന്നാലും വീണ്ടും വിളവെടുക്കാൻ എവിടെയുണ്ട്? ഇരട്ടി ഇരട്ടിയായിട്ടല്ലേ അള്ളാഹു തആല അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്നത്. അതിൽ യോദ്ധാക്കളുണ്ട്, രക്തസാക്ഷികളുണ്ട്, അല്ലാത്ത രൂപത്തിൽ ധർമ്മസമരം ചെയ്തവരുണ്ട്. പിന്നെ ഒരു വിഭാഗം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടു. ഒരു വല്ലാത്ത കാഴ്ചയാണ് കണ്ടത്. തുർളഹു റൂസുഹും ബിസ്സഖരി കുല്ലമാ റുളിഖത് ആദത്. അവരുടെ തല മുഴുവനും പാറക്കല്ലുകളെ കൊണ്ട് കുത്തിച്ചതക്കുന്നു. കുത്തിച്ചതഞ്ഞ് ചതഞ്ഞ് മുഴുവനും പോകുന്ന നേരത്ത് വീണ്ടും തലതാ പൂർവസ്ഥിതിയിൽ വരുന്നു. വീണ്ടും കല്ല് കൊണ്ട് കുത്തിച്ചതക്കുകയാണ്. ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, ഹൗലാഇൽ ലദീന തസാഖല റൂസുഹും അനിസ്സലാഹ്. നിസ്കാരത്തിന് തലപൊന്താത്ത ആളുകൾ. നല്ല തണുപ്പ് അല്ലാഹു നൽകിയപ്പോൾ സുബ്ഹി നിസ്കരിക്കുന്നവർ, കുളിച്ച് ഭക്ഷണം കഴിച്ച് നല്ല ഉറക്കമുറങ്ങിയിട്ട് അസ്ർ നിസ്കരിക്കാൻ തലപൊന്താത്തവർ, നിസ്കരിക്കാൻ തലക്കനമുള്ള ആളുകളില്ലേ? അതെത്ര വലിയ മുതലാളിയാണെങ്കിലും ശരി, എത്ര വലിയ നേതാവാണെങ്കിലും ശരി, എത്ര വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിലും ശരി, എത്ര വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണെങ്കിലും ശരി, അവന്റെ തല മുഴുവനും കുത്തി കുത്തി പൊളിക്കുകയാണ്. ഈ തല കൊണ്ടല്ലേ നിസ്കരിക്കാതെ കിടന്നുറങ്ങിയത്? സഹോദരങ്ങളെ, നിസ്കരിക്കാത്തതിന് ആ തലക്ക് തന്നെ നോക്കിയിട്ട് കല്ലുകൊണ്ട് കുത്തിച്ചതക്കുന്നു, രൂപപ്പെടുത്തി കാണിച്ചു കൊടുക്കുകയാണ്. നിസ്കാരം വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും നിസ്കാരത്തിന്റെ വിഷയത്തിലുള്ള ഗൗരവം വിട്ടുപോകരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ച വലിയൊരു ഉപദേശമാണല്ലോ നിസ്കാരത്തെ പറ്റി. അത് ഒഴിവ് കഴിവില്ലാത്ത രൂപത്തിൽ തന്നെ സ്വീകരിക്കണം. എവിടുന്നും അത് സ്വീകരിക്കണം. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ സ്വഹീഹ് ബുഖാരിയിൽ കാണാൻ ഹദീസ്. നിസ്കാരത്തിന്റെ മാത്രം ഞാൻ പറയുന്നത്. ചില ആളുകളൊക്കെ ഉണ്ട്, വിമാനത്തിൽ പോകും. വിമാനത്തിൽ ഇപ്പോൾ ഉദു കൊടുക്കാനും മറ്റൊന്നും കഴിയൂലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങിയിട്ട് നിസ്കരിക്കുക. ഇറങ്ങുമെന്ന് വല്ല ഉറപ്പുണ്ടോ? എവിടെങ്കിലും പോയി കുത്തിയാലോ? വിമാനത്തിൽ പോകുന്ന ആൾക്കാർക്ക് നിസ്കാരമൊന്നുമില്ലേ? ട്രെയിനിൽ പോകുന്നവർക്ക് നിസ്കാരമൊന്നുമില്ല. ചിലര് പറയാം അത് കഴിഞ്ഞ് കൂടുതൽ ബുദ്ധിമുട്ടാണ്, അവന് യാത്രക്ക് വരണില്ല. നിയമങ്ങൾ പഠിക്കാനൊന്നും അവരില്ല. അവർക്ക് ബുദ്ധിമുട്ട് തീരെ തരണം ചെയ്യാൻ കഴിയില്ല. മുഴുവനും ഫുൾ ടൈം അവർ എയർ കണ്ടീഷനിൽ മാത്രം. നിയമങ്ങൾ തരണം ചെയ്യാൻ, നിയമങ്ങൾ സ്വീകരിക്കാനൊന്നും അവർ കഴിയില്ല. എങ്ങനെയാണ് ആ നിസ്കാരം പഠിക്കാനോ നിസ്കരിച്ചു നോക്കാനോ ഇല്ല ആളുകൾ. മുസ്ലിങ്ങൾ മൊത്തം ആ ഫ്ലൈറ്റിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളാണ്. ഞാനൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ നോക്കി. ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 15 മിനിറ്റ് മുമ്പാണ് എല്ലാവരും വിമാനത്തിൽ കയറിയത്. വിമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ വിമാനം എടുത്തിട്ടില്ല. പക്ഷെ എല്ലാവരും ഇതിനുള്ളിൽ കയറി. നിസ്കരിച്ചതോ ആകെ 2-3 ആളുകൾ മാത്രം. ഈ കെട്ടും പാണ്ടൊക്കെ ഉയർത്തിയിട്ട് നാട്ടിലേക്ക് എത്തുന്ന വല്ല ഉറപ്പുണ്ടോ? ഒരു കാലത്തും വീഴാത്തൊരു സാധനമാണോ വിമാനം എന്നുള്ളത്? എത്ര പ്രാക്ടീസുള്ള ആളാണ് വിമാനം ഓടിച്ചപ്പോൾ അടുത്ത് വീണത്? 30 കൊല്ലം പ്രാക്ടീസുള്ള ആളല്ലേ? അയാൾക്ക് വല്ല കഴിവുറവുണ്ടോ?
അള്ളാഹുവിന്റെ തീരുമാനം ലംഘിക്കാൻ ആർക്കും കഴിയും. 3 ആളാ നിസ്കരിച്ചതാണ്. ബാക്കിയുള്ളവരുടെ കയ്യിൽ എത്ര ലഗേജ് ഉണ്ട്? ലഗേജ് കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് പാന്റിന്റെ കീശയിലും പിന്നെ കമ്മീസിന്റെ കീശയിലും ബനിയന്റെ ഉള്ളിലും എത്ര മുട്ടായി പൊതിയാ തിരികെ വെച്ചിരിക്കുന്നത്. 2-10 റിയാൽ കൊടുക്കേണ്ടതെന്ന് എഴുതിയിട്ടില്ല ആ തിരികലൊക്കെ. എന്നാലും ഒരു 2 മിനിറ്റ് 3 മിനിറ്റിന്റെ ഒരു സുബഹി നിസ്കാരം. ഇത്ര നന്ദി കെട്ട ജനത, ഇത്ര മോശമാണ്. ഞാൻ സ്വഹാബത്തിന്റെ ഒരു സംഭവം പറഞ്ഞുകൊണ്ടുവന്നത്, വെള്ളം തീർന്നു പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു യാത്രയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ യാത്ര പോകുമ്പോൾ ആയിഷ ബീവി ഒരു മാല വായ്പ വാങ്ങിയിട്ടുണ്ട് യാത്രക്ക് വേണ്ടി. മാല അങ്ങനെ വായ്പ വാങ്ങിയ കുഴപ്പമൊന്നുമില്ല, കൊടുക്കണമെന്ന് മാത്രം, ഒരു ഭംഗിക്ക് വേണ്ടിയില്ല. മാലയും വാങ്ങിപ്പോയി. ഒരു സ്ഥലത്തെത്തിയപ്പോ തങ്ങളോട് പറഞ്ഞു മാല കാണില്ല. എവിടെ എത്തിയിട്ടില്ല. അപ്പൊ സ്വഹാബത്തൊക്കെ തമ്പടിച്ചപ്പോ കുറച്ച് സ്വഹാബത്തെ നബിതങ്ങൾ പറഞ്ഞയച്ചു. നേരത്തെ നമ്മൾ അവിടെ നിന്നിരുന്നു, അവിടേറ്റ മാല പോയോ നോക്കാൻ വേണ്ടി. ഈ മാല നോക്കാൻ വേണ്ടി പോയ ആളുകൾ കുറച്ച് ദൂരം പോയി. അപ്പോഴേക്ക് നിസ്കാരത്തിന്റെ സമയമായി. അവരെ കയ്യിൽ വെള്ളമല്ല, തയമ്മുമിന്റെ നിയമം ഇറങ്ങിയിട്ടില്ല. അവരങ്ങനെ തന്നെ നിസ്കരിച്ചു. എങ്ങനെ? അങ്ങനെ തന്നെ ഒന്നുമില്ലാതെ നിസ്കരിച്ചു. തിരിച്ചു വന്നിട്ട് തങ്ങളോട് പറഞ്ഞു, എന്തേ അങ്ങനെ നിസ്കരിക്കാൻ? കാരണം ടൈമാണ്, നിസ്കാരത്തിന്റെ സമയമാണ്. നിസ്കാരത്തിന്റെ സമയമാണ്, ആ സമയത്തിന്റെ ഒരു ബഹുമാനം പാലിക്കണല്ലോ. നിസ്കരിച്ചു. തിരിച്ചു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ, ഞങ്ങൾ അവിടെ എത്തിയപ്പോ നിസ്കരിക്കാൻ ഉളു എടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ വെള്ളമില്ല, ഞങ്ങൾക്ക് ഉളുവില്ല, ഞങ്ങൾ അങ്ങനെ നിസ്കരിച്ചു. അപ്പോഴേക്ക് ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ മാല ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലാഹു തആല തയമ്മുമിന്റെ ആയത്തിറക്കി. സ്വഹാബത്തിന് വന്ന സന്തോഷം എത്ര വലുതാന്നറിയോ. അതുവരെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് അവർ പറഞ്ഞു, നിങ്ങളൊരു മാല കൊണ്ട് മനുഷ്യൻ ഇടങ്ങേറായത്, നിസ്കരിക്കാനും ഉളു എടുക്കാനും വെള്ളമല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ആയിഷ ബീവിന്റെ ഊരൊക്കെ ഒരു കുത്തെടുത്തു. നീ ഒരു വായ്പ വായിക്കൊണ്ടുവന്ന മാല കൊണ്ട് അക്ര ഹൽക്ക എന്നും പറഞ്ഞ് ഇവിടെ ആളുകളൊക്കെ ആകെ ഇടങ്ങേറായി. മാല വായ്പ വായിക്കൊണ്ടുവന്നത് ആയിഷ ബീവി പറഞ്ഞു, ഞാൻ ഒന്നും വേണ്ടില്ല, കാരണം എന്റെ മടിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ തലയുള്ളത്. കുത്ത് കിട്ടിയ വേദന ഉണ്ടെങ്കിലും അനങ്ങിയില്ല, ഞാനങ്ങനെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോ തയമ്മുമിന്റെ ആയത്തിറങ്ങിയപ്പോ സ്വഹാബത്തൊക്കെ വന്നിട്ട് ആയിഷ ബീവിനോട് പറയാണ്, യാ ആല ബൈത്തി അബീ ബക്കർ, ഓ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമേ, മാഹിയ ബി അവ്വലി ബറക്കത്തിക്കും, ഇത് നിങ്ങളുടെ ആദ്യത്തെ ബറക്കത്തല്ല. നിങ്ങൾ കാരണമായി എന്ത് സംഭവമുണ്ടോ അതിലൊക്കെ മുസ്ലിങ്ങൾക്ക് ഖൈറുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെ കൊണ്ടാണല്ലോ തയമ്മുമിന്റെ ആയത്തിറങ്ങിയത്. എത്ര വലിയ നിഅമത്താണ്. വെള്ളമില്ലെങ്കിൽ മണ്ണുപയോഗിച്ച് നിസ്കരിക്കാൻ പറ്റുമല്ലോ. ഓരോ സ്വഹാബിമാരും വന്ന് ആയിഷ ബീവിനോട് സന്തോഷം പറയാം. നിങ്ങൾ ചില്ലറ മഹതിയല്ല, നിങ്ങളെ കൊണ്ട് മുസ്ലിങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഉപകാരം എത്ര വലുതാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. സ്വഹാബത്തെ വെള്ളമില്ല, തയമ്മുമിന്റെ ആയത്തും ഇറങ്ങിയിട്ടില്ല, അപ്പോഴും അവർ നിസ്കാരത്തിന്റെ കാര്യം പരിഗണിച്ച് ഞങ്ങൾ അങ്ങനെ നിസ്കരിച്ചു എന്ന് പറഞ്ഞു. എന്നാ ഉളു എടുത്ത് വന്നിട്ട് ഖിബിലൊന്നും കാണുന്നില്ലെങ്കിലും ആ സീറ്റിൽ ഇരുന്നിട്ട് നിസ്കരിക്കണം. ഖിബില ദിശ ഒന്നും ചിലപ്പോൾ അറിഞ്ഞില്ലാന്ന് വരും. നിസ്കരിക്കണം, സമയം മാനിച്ചു. പിന്നീട് ആ നിസ്കാരം മടക്കുകയും വേണം. അതിന് നമ്മളെ ആൾക്കാർ എന്തായാലും 2 വട്ടം നിസ്കരിക്കാനാവൂല. കാരണം പിന്നെ ഡയറക്റ്റ് സ്വർഗത്ത് പോകേണ്ടതാണ്, ഒറ്റ വട്ടം നിസ്കരിക്കാനാവുള്ളൂ. ഓ സുഹൃത്തെ, രണ്ടാമത് നീ വന്ന് നിസ്കരിക്കുന്നത് നിന്റെ നിസ്കാരം ഖളാ ആയതുകൊണ്ടല്ല, നിന്റെ നിസ്കാരം നിബന്ധനകൾക്ക് വിധേയമാകാത്തത് കൊണ്ട് ആ നിസ്കാരം നീ മടക്കി നിസ്കരിക്കാണ്. നിനക്ക് ഖളാ ആക്കിയതിന്റെ കുറ്റമില്ല, ശിക്ഷയില്ല. അതേ സമയത്ത് തീരെ നിസ്കരിക്കാതെ നീ വിമാനത്തിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ആ നിസ്കാരം പിന്തിച്ചതിന്റെ പേരിൽ നീ കുറ്റക്കാരനാണ്. വിമാനം ഇറങ്ങി ആദ്യം നീ ചെയ്യേണ്ട നിർബന്ധ ബാധ്യത ഉമ്മാനെ കാണലല്ല, ഹോസ്പിറ്റലിലുള്ള വാപ്പാനെ കാണലല്ല, വിവാഹം കഴിഞ്ഞ മകളെ കാണലല്ല, ജനിച്ച കുട്ടിയെ കാണലല്ല, ഒന്നുമല്ല. ആദ്യം നീ നിസ്കാരം ഖളാ കൂട്ടണം. കാരണം അത് കാരണമല്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരം. അത് ആദ്യം മുന്തിക്കണം. നീ പള്ളിയിലിറങ്ങി വിമാനം ഇറങ്ങി പള്ളിയിൽ പോയി ളുഹർ വാങ്ങി കൊടുക്കുന്നുണ്ട്. ളുഹറല്ല നീ നിസ്കരിക്കേണ്ടത്. നിനക്ക് വിമാനത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സുബ്ഹിയുണ്ട്. സുബ്ഹി ആദ്യം നിസ്കരിക്കണം. പലരും വീട്ടിലെത്തിയിട്ട് പോരാ, അതിന് മുമ്പ് നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ വിഷയം കുറച്ച് ഗൗരവമുള്ളതാണ്. അതെപ്പോഴും ആലോചിക്കണം. ഞാനൊന്ന് സൂചിപ്പിച്ചതാ. ട്രെയിനിലെ യാത്രയിലും നിസ്കാരമുണ്ട്. ഖിബില ശരിക്ക് അറിയുന്ന രൂപത്തിലാണെങ്കിൽ, വൃത്തിയുണ്ടെങ്കിൽ
ട്രെയിനൊക്കെ നിർത്തിയിട്ട സമയത്തോ